എനിക്ക് മോമോസ് വേണോ? മോമോസ് അറിയോ എനിക്ക്? നീ തിന്നണോ? തിന്നിട്ടില്ല? നീ ഇന്നുണ്ടാക്കാം മട്ടിയോളി മോമോസ് ആക്കി തരട്ടെ. എന്നാ നമുക്ക് ആക്കാലോ. നമുക്ക് മോമോസിന് വേണ്ടുന്ന മാവ് തയ്യാറാക്കാം. ഫസ്റ്റ് എന്താ കുറച്ച് മൈദ, ഞാൻ അളവൊന്നും നോക്കുന്നില്ല, അങ്ങനെ എടുക്കുന്നില്ല, ഒരു അന്താജിൽ മൈദ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് ഇത് കുഴക്കുക. ഇതാ സുഹൃത്തുക്കളെ, മോമോസിന് വേണ്ടുന്ന മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടുന്ന ഇറച്ചി റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ച ബീഫാണിത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ബീഫ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും മോമോസ് ആക്കുന്നത് ചിക്കൻ കൊണ്ടാണ്. ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ട് ബീഫ് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് കൊണ്ട് ചിക്കൻ കൊണ്ട് തന്നെ ആക്കണമെന്ന് കിതാബ് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നമുക്കൊന്ന് ആക്കി നോക്കാം. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിന്. ഇനി അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടത് ഉള്ളി ചെറുതായി എരിഞ്ഞിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, കുറച്ച് പുതിന, പിന്നെ പച്ചമുളക്, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച് ഇനി ഇതിനെല്ലാം ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ആദ്യം നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിൻ്റെ ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച ഇറച്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുരുമുളകും ഒന്നിച്ച് കൂടി പൊടിച്ച് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആൾറെഡി ഇറച്ചി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് കൂടി പോകാതെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മതി വിനാഗിരി, കൂടുതലായിക്കൊണ്ട്. എന്നാലത് ഉപ്പും പുളിയും എല്ലാം ഒന്ന് കറക്റ്റായി വരും. ഇനി മോമോസിന് വേണ്ടുന്ന ആ മാവ് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇതേപോലത്തെ ഒരു മൂടിയുടെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സായി കൊടുത്താൽ അത് 4 ഭാഗത്തുനിന്നും വിട്ട് വരും. ഇതേപോലെ ഇത്ര വണ്ണത്തിൽ മൂടിയുടെ അടപ്പ് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ ഞങ്ങൾക്ക് മസാല വെച്ചിട്ട് ഫില്ലായി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റോളം ആവിയിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ മോമോസ് അവിടെ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് നല്ല ടേസ്റ്റിയായ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അത് ഞാൻ ഇവിടെ 3 തക്കാളിയും ഒരു 5-6 വറ്റൽമുളകും ഒന്ന് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ പിന്നെ വിനാഗിരിയും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക നൈസായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ഇടുക. എനിക്ക് വെളുത്തുള്ളി അത് അരച്ചതിൻ്റെ ശേഷം ഓർമ്മ വന്നത്, അതുകൊണ്ട് വീണ്ടും ഞാൻ ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്തു. അപ്പോൾ ഏറ്റവും ടേസ്റ്റ്, ആ മോമോസിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഈ പിന്നെ ടൊമാറ്റോ ചട്നിയാണ്. അത്രയും ടേസ്റ്റ് മോമോസിനെന്നല്ല, നമുക്ക് എന്തിനും ദോശക്കായാലും ഇഡ്ലിക്കായാലും ഈ ഒരു ചട്നി വളരെ ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. അത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 15 മിനിറ്റായി ഞാൻ ആവിക്ക് വെച്ചിട്ട്. ഇനി നമുക്ക് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. വാവ്,
എല്ലാം റെഡിയായി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അങ്ങനെ ഗൈസ് ഫൈനലി മോമോസും നല്ല എരിവുള്ള തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ പണിയൊന്നുമില്ല, ആർക്കും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ എൻ്റെ മോനിക്ക് മോമോസ് റെഡിയാക്കി കൊടുത്ത്, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും നല്ല കണ്ടീഷനാക്കിയിട്ട് ആക്കിനി. അതിൻ്റെ കൂടെ നല്ല അടിപൊളി മയനീസും കൂട്ടി, പിന്നെ അതിലേറെ രുചിയുള്ള ടൊമാറ്റോ ചട്നി. ഇത് നോക്കിയേ, നല്ല ഉണ്ടോ? അടിപൊളിയാ. ചട്നിയോ? എല്ലാം നല്ലുണ്ട്. ഇതാ മോമോസ് കേട്ടോ.